Teachers were instructed to follow an uniform method of evaluation. ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു എറർ ഡിറ്റക്ഷൻ ആണ്. ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് മൂന്നെണ്ണമാണുള്ളത്. എ, ആൻ, കൂടാതെ ദ. എ, ആൻ, ദ. എയും ആനും ഇൻഡെഫിനീറ്റ് ആർട്ടിക്കിൾസ് ആണ്. ദ ഡെഫിനീറ്റ് ആർട്ടിക്കിൾ ആണ്. എയും ആനും ഇൻഡെഫിനീറ്റ് ആർട്ടിക്കിൾസ് ആണ്. ദ ഡെഫിനീറ്റ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ആൻ യൂണിഫോം എന്നുള്ള ഭാഗത്താണ് ഇവിടെ എറർ കിടക്കുന്നത്. എറർ ഉള്ളത് ആൻ യൂണിഫോം എന്ന ഈ ഭാഗത്താണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എ, ഇ, ഐ, ഒ, യു വവ്വൽസിന് മുൻപിൽ ആൻ ചേർക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എ, ഇ, ഐ, ഒ, യു എന്ന വവ്വൽസിന് മുമ്പിൽ ആൻ ചേർക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം, പലരും പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ, ഇ, ഐ, ഒ, യു എന്ന വവ്വൽ ലെറ്റേഴ്സിന് മുമ്പിലല്ല, വവ്വൽ സൗണ്ടിന് മുമ്പിലാണ് ആൻ ചേർക്കേണ്ടത്. വവ്വൽ സൗണ്ടിന് മുമ്പിലാണ് ആൻ ചേർക്കേണ്ടത്. വവ്വൽ സൗണ്ടും കോൺസണന്റ് സൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യ എന്ന ഉച്ചാരണം വരുന്ന വാക്കുകൾ, സ്റ്റാർട്ടിങ്ങിൽ യ എന്ന ഉച്ചാരണം വരുന്ന വാക്കുകൾ. ഉദാഹരണം, ഈ ക്വസ്റ്റ്യനിലുള്ള യൂണിഫോം എന്നുള്ളതിന്റെ അതിന്റെ ഉച്ചാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് യായിലാണ്. അല്ലെങ്കിൽ യൂറോപ്യൻ എഴുതി നോക്കൂ. യൂറോപ്യൻ എന്ന് എഴുതുക, UROPEAN. യൂറോപ്യൻ എന്നുള്ളത് വവ്വൽ ലെറ്റർ ആണ്. ഓക്കെ, എ, ഇ, ഐ, ഒ, യുലെ ഇ ആണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ എങ്കിലും അതിന്റെ ഉച്ചാരണം യായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ എന്ന യായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാ ഒരു കോൺസണന്റ് സൗണ്ട് ആണ്, വവ്വൽ സൗണ്ട് അല്ല. ഈ യൂറോപ്യനിലെ ഈ വവ്വൽ ലെറ്റർ ആണ് എങ്കിലും അത് ഉച്ചരിക്കപ്പെടുന്നത് യാ എന്ന സൗണ്ടിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യാ എന്ന ഉച്ചാരണം, യ, വ, ഇതെല്ലാം തന്നെ കോൺസണന്റ് സൗണ്ട്സ് ആണ്. കോൺസണന്റ് സൗണ്ട്സ് ആണ്. ലെറ്റർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, സൗണ്ട്. ഓക്കെ, കോൺസണന്റ് സൗണ്ട് ആണ്. യ എന്ന ഉച്ചാരണത്തിന് മുമ്പിലെല്ലാം വേണ്ടത് ആൻ അല്ല, എ ആണ് വേണ്ടത്. എ യൂണിഫോം മെത്തേഡ് എന്നായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നത്. ശ്രദ്ധിക്കുക, യ എന്ന ഉച്ചാരണത്തിന് മുമ്പ് ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരം യായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനു മുമ്പ് എ ആണ് വേണ്ടത്, ആൻ അല്ല. ഓക്കെ, ഇവിടെ യൂണിഫോമിന്റെ യൂണിഫോം എന്ന വാക്കിന്റെ യു എന്നത് വവ്വൽ ലെറ്റർ ആണ്. പക്ഷേ അതിന്റെ ശബ്ദം യൂണിഫോം, യായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യായിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ അല്ല, എ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത്തരം നിരവധി ചോദ്യങ്ങൾ SSC എക്സാമിനേഷനും ബാങ്ക് എക്സാമിനേഷനും ഒക്കെ മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഓക്കെ.